ടോബി ജോൺസൺ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. ടോബി, എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? ഈ പറഞ്ഞതുപോലെ അനാസ്ഥയുടെ, കുറ്റകരമായ അനാസ്ഥയുടെ നേർസാക്ഷ്യം കൂടിയാവുകയാണ് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ മരണം. വിശദാംശങ്ങൾ. അങ്ങനെ പറയേണ്ടി വരും സുഹൈൽ. കാരണം ഒരു കാലപ്പഴക്കം കൊണ്ട്, ഏറെ നാളത്തെ കാലപ്പഴക്കമുണ്ട്. കുറേ നാളുകളായിട്ട് ആളുകൾ പരാതി പറയുന്നതാണ്. മഴക്കാലമാണ്, ചോർന്നൊലിക്കുന്ന കെട്ടിടമാണ്, പല സമയത്തും ഈ സ്ലാബുകളൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ടെന്ന് പരാതികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പലരും അത് പറയുന്നുണ്ട്. നമ്മൾ അതിന് ആ കെട്ടിടത്തിനുള്ളിൽ കയറിയപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാനും സാധിച്ചു. അതായത് കാലപ്പഴക്കം കൊണ്ട് ഈ കോൺക്രീറ്റ് ഒക്കെ ഇടിഞ്ഞ് നിലത്ത് വീണ് കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഈ കാലപ്പഴക്കം മനസ്സിലാക്കി തന്നെയാണ് പുതിയ കെട്ടിടം പണിത് അവിടേക്ക് ഈ വാർഡുകൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അതിന്റെ പണി കഴിഞ്ഞു. പക്ഷേ ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഈ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. അതാണ് ഒരു തിരിച്ചടിയായതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് മാറ്റാനുള്ള, ഷിഫ്റ്റിങ്ങിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു എന്നാണ് മന്ത്രിയും അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്തായാലും ആ സമയത്തിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ആ മഴ പെയ്ത് ഈ ദ്രവിച്ചിരിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് വീണപ്പോൾ അത് ഇടിഞ്ഞ് താഴേക്ക് പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് രോഗികൾ ഉപയോഗിക്കുന്ന ബാത്റൂം അല്ല. അതിന് പകരം നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബാത്റൂമാണ്. അത് അധികമാരും ഉപയോഗിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഈ പറയുന്ന ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ അവിടെ ആ സമയത്തെത്തി. അതോടൊപ്പം തന്നെ നേരത്തെ രക്ഷപ്പെട്ട അലീന, അതുപോലെ തന്നെ അമൽ, രക്ഷാപ്രവർത്തനത്തിന് വന്ന അമലിനാണ് പരിക്കേറ്റത്. അലീന അവിടെ മുത്തശ്ശിക്ക് കൂട്ടിരിക്കുന്നതിന് വേണ്ടി വന്നതാണ്. അവർക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ രണ്ടുപേർക്ക് പരിക്കേറ്റു. ഒപ്പം തന്നെ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ടുണ്ടായ സംഭവം എന്ന് പറയുന്നത് ആ ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെടുത്തതാണ്. അങ്ങനെ ഒരാളെ കാണുന്നില്ല എന്നുള്ള വിവരം പോലും ലഭിക്കുന്നത് ഏകദേശം അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞാണ്. ചോദിക്കട്ടെ, രണ്ടുപേർക്ക് നിസ്സാര പരിക്കേറ്റു, അത്ര പേർക്ക് അവിടെ പരിക്കുള്ളൂ എന്ന് കോൺഫിഡൻസോടെ പറഞ്ഞ രണ്ട് മന്ത്രിമാരുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അതിനപ്പുറത്തേക്ക് മറ്റാരെങ്കിലും ഉണ്ടാകുമോ എന്ന യുക്തിപരമായ ഒരു ചിന്ത പോലും അവിടെ ആർക്കും ഉണ്ടായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലൊരു സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണോ ആഴത്തിലേക്കൊരു പരതൽ, ഒരു സെർച്ച്, ഒരു രക്ഷാദൗത്യം കൊണ്ടുപോകേണ്ടതുണ്ടെന്ന ആവശ്യകത അവർക്ക് മനസ്സിലായത്? ടോബി, ഞാൻ കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് ആ കുട്ടി കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. തൊട്ട് ഇപ്പുറത്ത് ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ കുളിച്ചിറങ്ങിയതിന് ശേഷം അവരുടെ വീട്ടിൽ ബാത്റൂം തകർന്നാണ് അവരെ അമ്മയെ കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇവര് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ബാത്റൂം തകരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ കെട്ടിടം എന്തുകൊണ്ട് തുറക്കുന്നില്ല? ഈ കെട്ടിടം തുറക്കാൻ ഈ സർക്കാരിന് ബാധ്യതയില്ലേ? ആ കെട്ടിടം തുറക്കാനുള്ള സമയം കഴിഞ്ഞില്ലേ? ആർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്? ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് മെഡിക്കൽ കോളേജ്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ സംവിധാനങ്ങൾ. അതുകൊണ്ട് അടിയന്തരമായി ഈ സ്ഥാപനം തുറക്കണം. മാത്രമല്ല, ഞാൻ ആക്ഷേപം ഉന്നയിക്കുക, 10 വർഷം മുമ്പ് UDF സർക്കാർ അവിടെ കെട്ടിടം പണിയുവാൻ ശ്രമിച്ചപ്പോൾ അക്കേഷ്യ നശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കെട്ടിടം പണിയാൻ അനുവദിച്ചില്ല. ഇന്നിപ്പോൾ അതേ സ്ഥലത്ത് കെട്ടിടം പണിയാ. ഞാൻ പറയുന്നത് സമയനഷ്ടമാണ്. ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടായിട്ടും സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ അടിയന്തരമായി ഈ പരിക്ക് പറ്റിയവർക്കും മരണപ്പെട്ടവർക്കും ചികിത്സാ സഹായം, സർക്കാർ ചികിത്സാ സഹായം കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ഒപ്പം അവിടെ ഉണ്ടായിരുന്നവരെ മൊത്തം ഡിസ്ചാർജ് ചെയ്യുക. ഒരു കാരണവശാലും ഡിസ്ചാർജ് അനുവദിക്കത്തില്ല. അവരുടെ ട്രീറ്റ്മെന്റ് കഴിയാതെ ഡിസ്ചാർജിന്റെ ആവശ്യമില്ല. ഉദ്യോഗസ്ഥ വീഴ്ചയുടെ ഫലമല്ലേ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇവിടെ ഒഴിഞ്ഞ കെട്ടിടം താമസിച്ചു. എങ്ങനെ ഈ ബാത്റൂമിൽ ആള് വന്ന് ഈ വീഴുന്ന സാഹചര്യം ഉണ്ടായി? എങ്ങനെ ഒരാൾ മരണപ്പെട്ടു? അതിന് സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാകത്തുള്ളൂ. ചാണ്ടി ഉമ്മനാണ് പ്രതികരിച്ചത്. രാഷ്ട്രീയ ആരോപണം കൂടി ഉയർത്തുന്നു. കോൺഗ്രസ് ഇത്തരത്തിലൊരു കെട്ടിട നവീകരണത്തിന് ഒരുങ്ങിയപ്പോൾ അതിന് പരിസ്ഥിതിവാദം പറഞ്ഞ് തടയിട്ട സർക്കാർ തന്നെയാണ് അതേ സ്ഥലത്ത് കെട്ടിടം പണിത്. പക്ഷെ അത് തുറന്നു കൊടുക്കാൻ ഉദ്ഘാടന തീയതിയാകാൻ വൈകി. ആ ഒരു സാങ്കേതികത്വത്തിൽ അവിടെ നാളുകളെ മാറ്റിയില്ല എന്നടക്കമുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ വരുന്നു. ടോബി ജോൺസൺ നമ്മോടൊപ്പം ചേർന്നു. ടോബി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മന്ത്രിമാരെത്തുന്നു. രണ്ടുപേർക്ക് നിസ്സാരമായ പരിക്കേ ഉണ്ടായിട്ടുള്ളൂ. ആഴൊഴിഞ്ഞ കെട്ടിടമാണ്, മറ്റാരും ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നൊക്കെ കോൺഫിഡൻസോടെ പറഞ്ഞതിന് പിന്നാലെ അവിടെ പിന്നെ ആരും രക്ഷാദൗത്യത്തിന് ഇറങ്ങിയില്ലേ? ഇത്തരത്തിലൊരു മിസ്സിംഗ് കേസ് വന്നതിന് ശേഷം മാത്രമാണോ ഇത്തരത്തിലൊരു രക്ഷാദൗത്യത്തിലേക്ക്, അതിൻ്റെ ആഴത്തിലേക്ക് ആളുകൾ പരിശോധനയ്ക്ക്, ഈ സിസ്റ്റം പരിശോധനയ്ക്ക് ഇറങ്ങിയിട്ടുള്ളൂ? സുഹൈൽ, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മളിവിടെ വന്നപ്പോൾ കണ്ടത്, അതായത് ആ സമയത്ത് ആരും ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയുള്ള ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയവർ, ഇവിടുത്തെ ജീവനക്കാർ, അവരെല്ലാവരും പറഞ്ഞത് ആ സമയത്ത് അധികം ആരും ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞാണ് ഈ ഒരു വിവരം അറിയുന്നത്. രക്ഷാപ്രവർത്തനം വൈകാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവിടേക്കുള്ള ഒരു വഴിയാണ്. അതാണ് ഈ ഒരു
JCB ഇവിടേക്ക് എത്തിക്കാൻ പ്രയാസം ഉണ്ടായത്. കാരണം ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുകയായിരുന്നു, പൂർണ്ണമായിട്ടും ആ ഒരു സ്ട്രക്ചർ താഴേക്ക് വീണില്ലായിരുന്നു. അതുകൊണ്ട് ചെരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടേക്ക് കയറി ആ മണ്ണ് മാറ്റി പരിശോധിക്കുക അത് അസാധ്യമായിരുന്നു. ആ സമയത്താണ് ഇതുപോലെ ചെറിയ JCBകൾ അകത്തേക്ക് കൊണ്ടുവരാനൊരു എടുത്തത്. ആ JCBകൾ അകത്തേക്ക് കൊണ്ടുവരുന്നതിനടുത്തൊരു താമസം നമ്മൾ കണ്ടതാണ്. ആ ഗേറ്റ് പൊളിച്ചാണ് അതുവഴി JCB കോറിഡോറാണ്, ആളുകൾ നടക്കുന്ന കോറിഡോർ വഴിയാണ് കൊണ്ടുവന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിലേക്ക്, ഈ ഒരു പ്രദേശത്തേക്ക് എത്തണമെങ്കിൽ ഒരു വാഹനം എത്താനുള്ള വഴിയില്ല. ഇവിടെ എന്ത് സംഭവിച്ചാലും പുറത്തേക്ക് പോകണമെങ്കിൽ അവരെ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. 4 വശത്തും കെട്ടിടങ്ങൾ പണിതിരിക്കുകയാണ്. അങ്ങനെ 4 വശവും ചുറ്റും കെട്ടിടങ്ങളാൽ നിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒത്ത നടുക്കായിട്ടുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ആ ബിൽഡിംഗ് ആണെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആ ബാത്റൂം ഉപയോഗിക്കുന്നില്ലെന്ന് പറയുമ്പോഴും എങ്ങനെ ആളുകൾ അവിടെ കയറി എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. രക്ഷാപ്രവർത്തനം കാലതാമസം എടുത്തോ എന്ന് ചോദിച്ചാൽ നമുക്കത് ആ ഒരു പൂർണ്ണാർത്ഥത്തിൽ നമുക്കത് പറയാൻ സാധിക്കില്ലെങ്കിലും ഈ ഒരു തടസ്സം അത് വലിയൊരു തിരിച്ചടിയായി എന്ന് പറയാതെ വയ്യ.